നമസ്കാരം, മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മുടിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. മാർക്കറ്റുകളിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സകല സാധനങ്ങളും വാങ്ങിച്ച് മുടിയിൽ പ്രയോഗിക്കുന്നവരാണ് ഏറെയും. എന്നാൽ അത് എത്രത്തോളം നമ്മുടെ മുടിയെ ബാധിക്കും എന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല. എപ്പോഴും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ മാത്രമേ യോജിക്കുകയുള്ളൂ എന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. നിങ്ങളുടെ മുടി ഒട്ടും ഭംഗിയില്ലാത്തതാണോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് നമ്മുടെ മുടിയിൽ ചെയ്യാവുന്ന നല്ലൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണിത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചുരുണ്ടൊക്കെ കിടക്കുന്ന മുടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയോടുകൂടി ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇതുപോലെ കുതിർത്ത ഉഴുന്നാണ്. അപ്പോൾ ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഞാനൊന്ന് വെള്ളത്തിൽ തലേ ദിവസമേ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുത്തതാണിത്. ഉഴുന്നൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും നൽകുന്നതാണ്. ഒരു ഫംഗ്ഷൻ്റെയൊക്കെ തലേദിവസം നമ്മൾ ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരു ടെക്സ്ചർ തന്നെ മാറുന്നതായിരിക്കും. ഇപ്പോൾ തീരെ ഉള്ളില്ലാത്ത മുടിയൊക്കെ ഉള്ളവരാണെങ്കിലുണ്ടല്ലോ നല്ല ഒരു തിക്നെസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉഴുന്നിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് ഇതുപോലെ 2-3 സ്പൂൺ തേങ്ങ ചിരകിയതാണ്. ഒപ്പം തന്നെ നമുക്ക് ഉഴുന്നെടുത്ത അതേ അളവിൽ തന്നെ ചോറും കൂടെ എടുക്കാം. അപ്പോൾ ചോറ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടുള്ള ചോറ് എടുക്കരുതെന്ന് മാത്രം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഉഴുന്ന് ഈ കുതിർത്ത ഈ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഒപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ചോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഒത്തിരി ലൂസായി പോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ചോറൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിത് നല്ല പേസ്റ്റ് പോലെ വന്നിട്ട് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ടെക്സ്ചറിലാണ് ഞാനിവിടെ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് പച്ചരിയും കൂടെ ചേർത്ത് കൊടുത്താൽ ദോശമാവായി എന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാണുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തോന്നും ഇതിനകത്ത് അധികം തരികളൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വെള്ളപ്പൊടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലൊരു കോട്ടൺ തുണിയിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കാം. നിങ്ങളുടെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ അളവൊന്ന് കൂട്ടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള മുടിയാണെങ്കിൽ ഈ തേങ്ങയുടെ അളവ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ മുടിയുടെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് ചുരുണ്ടൊക്കെ കിടക്കുന്ന മുടി ഉണ്ടാവില്ല, അതായത് മുടി മെടഞ്ഞിട്ട് കഴിയുമ്പോൾ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്നത് പോലെ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെയിറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചോറ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പ് മുതൽ താഴേക്ക് നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തും ഒന്ന് മസാജ് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാടൊന്നും വേണ്ട, ചെറിയ തോതിലൊന്ന് ഓയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ മുടിയുടെ ഒരു അവസ്ഥയ്ക്ക് നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് അത്യാവശ്യം തന്നെ ചുരുണ്ട മുടിയാണ്. ഒപ്പം തന്നെ മെടഞ്ഞിട്ടത് കൊണ്ട് നല്ലതുപോലെ മുടി ഒടിഞ്ഞൊടിഞ്ഞാണ് കിടക്കുന്നത്. ഒപ്പം തന്നെ ഒരു ചെമ്പൻ കളറും ഒക്കെ ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുടിയിൽ നമ്മളിത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ മുതൽ താഴെ വരെയും നന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ മുടി എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്കിട്ട് ചെയ്യരുത്. ഇങ്ങനെ കുറേശ്ശെ മുടി എടുത്തിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു പായ്ക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ നന്നായിട്ട് തന്നെ പോകും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. മുടിക്ക് നല്ലൊരു തിളക്കവും ഒരു ആരോഗ്യവും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനതുകൊണ്ട് ഇതുപോലെ ഞാൻ എല്ലായിടത്തും നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ നമ്മളിത് വെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ സാധാ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കെരാറ്റിൻ പാക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുടിക്ക് നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഉള്ളില്ലാത്ത മുടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പാക്ക് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടിയിലെ താരനൊക്കെ കളഞ്ഞ് നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആകാനും മുടി സമൃദ്ധിയായിട്ട് വളരാനും
മുടിക്ക് നല്ലൊരു തിളക്കമൊക്കെ പ്രദാനം ചെയ്യുവാനും ഈ ഒരു പാക്കിന് കഴിയും. അപ്പോൾ ഇനി ആരും കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകാതെ തികച്ചും നാച്ചുറായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ പരീക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.